നമസ്കാരം, ഞാൻ ഡോക്ടർ അരവിന്ദ് സായി. ഞാൻ കഴക്കൂട്ടം AJ ഹോസ്പിറ്റലിൽ ഓർത്തോപെഡിക്സ്, ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് സ്പോർട്സ് ഇഞ്ചുറീസ് വിഭാഗത്തിലെ കൺസൾട്ടന്റ് സർജനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുട്ടുവേദനയെ കുറിച്ചാണ്. കാൽമുട്ട് സന്ധി വേദന അഥവാ നീ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം പേഷ്യൻസ് വരുന്നതാണ് സ്ഥിരമായിട്ട് മുട്ടുവേദനയായിട്ട്. അതിൽ പല ഏജ് ഗ്രൂപ്പ്സ് റിലേറ്റഡ് ആയിട്ട് വരും. അതായത് ചെറുപ്പക്കാർ വരാം, മധ്യവയസ്കർ വരാം, പ്രായമായവരും വരാം. ഇതിൽ ചിലവർ വീണിട്ട് വരാം, ചിലവരല്ലാതെ ചെറിയ പരിക്കുകളായിട്ട് ഉള്ള വരാം, ചിലവർക്ക് പരിക്കുകളെ ഓർമ്മ ഉണ്ടാവില്ല, പക്ഷേ മുട്ടുവേദന ഉണ്ടാവും. ഇതിൽ ചെറുപ്പക്കാരിൽ കൂടുതലും പരിക്ക് പറ്റുന്നത് അതായത് കായിക വിനോദങ്ങളിലോ അഥവാ റോഡ് ട്രാഫിക് ആക്സിഡന്റിലോ സംഭവിക്കുന്ന പരിക്കുകളെ തുടർന്ന് അവർക്ക് ലിഗമെന്റ് പരിക്കോ സംഭവിച്ചിട്ട് വരാം. അല്ലാതെ മധ്യവയസ്കരിൽ കൂടുതലായിട്ടും അധികം സ്ത്രീകളിലാണ് ഈ കാണുന്ന ഒരു പ്രശ്നം. മുട്ടുവേദന ഒരു ചെറിയൊരു പരിക്കിൽ, അതായത് ജസ്റ്റ് മുട്ട് മടങ്ങി ഇരുന്ന പൊസിഷനിൽ നിന്ന് എണീക്കുകയോ ചമ്മണം മടഞ്ഞിരുന്നിട്ട് എണീക്കുകയോ കാല് പെട്ടെന്ന് മടക്കുമ്പോഴോ വന്നൊരു വേദനയെ തുടർന്നായിരിക്കാം ഈ മധ്യവയസ്കിൽ, അതായത് ഒരു 45-50 വയസ്സിന് മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ കൂടുതലായിട്ടും വരുന്ന ഒരു സ്ത്രീകൾക്ക് വരുന്ന ഒരു മുട്ടുവേദന. ഇതിൽ ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ മുട്ടിൻ്റെ ഒരു ബേസിക് ഘടനയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഞാൻ എന്താ പറയുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഈ ഒരു മോഡൽ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അതായത് ഇത് നമ്മുടെ തുടയെല്ലിൻ്റെ താഴെ ഭാഗമാണ്, ഇത് മുട്ടിൻ്റെ താഴത്തെ എല്ലിൻ്റെ ഭാഗമാണ്. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നതാണ് സന്ധി. ഇതിൻ്റെ മുന്നിലായിട്ടാണ് ചിരട്ട വരുന്നത്. സോ ഇതിൽ ഈ മോഡലിൽ ഇപ്പം മുട്ടിൻ്റെ ചിരട്ടയില്ല. നിങ്ങൾക്ക് അല്ലാതെ കാണുന്ന ചില ലിഗമെന്റ്സ് കാണാം. ഇതിനിടയ്ക്കൊരു സ്പേസിങ്, ഒരു ബുഷ് പോലത്തെ കാണാം. പിന്നെ ഈ നീല കളറിൽ കാണുന്നതാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർട്ടിലേജ്, ഈ സൈഡിൽ ലിഗമെന്റ്സ്, ഈ മുട്ടിന്റെ നടുക്കായിട്ട് ലിഗമെന്റ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്നതാണ് ആ ഒരു സ്പേസിങ് ബുഷ്. അതിനെയാണ് നമ്മൾ മെനിസ്കസ് എന്ന് പറയുന്നത്. ഇതിൽ ഇന്ന് നമുക്ക് പ്രധാനമായി അറിയേണ്ടത് മെനിസ്കസിനെ കുറിച്ചാണ്. അതിൽ 2 മെനിസ്കസ് ഉണ്ട് മുട്ടിൽ. ഒന്ന് പുറം ഭാഗത്തെ മെനിസ്കസ് ഉണ്ട്, അകം ഭാഗത്തെ മെനിസ്കസ് ഉണ്ട്. അപ്പോൾ ഈ അകം ഭാഗത്തെ മെനിസ്കസ് അഥവാ മീഡിയൽ മെനിസ്കസ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ശാസ്ത്രീയപരമായ നാമം മീഡിയൽ മെനിസ്കസ് എന്നാണ്. അതിനെ സംഭവിക്കുന്ന പരിക്കിലൂടെ ആണ് ഞാൻ ഈ മധ്യവയസ്കരായ എസ്പെഷ്യലി സ്ത്രീകളിൽ സംഭവിക്കുന്ന ഒരു മുട്ടുവേദനയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് അവരുടെ ഒരു പ്രായം കഴിഞ്ഞാൽ ഹോർമോൺ ലെവൽ ശരീരത്തിൽ കുറയും, അതിൽ പേശികളുടെ ശക്തി കുറയും. അപ്പോഴേക്കും ഈ മീഡിയൽ മെനിസ്കസ്, അതായത് ഈ ഉൾഭാഗത്തെ ബുഷിൻ്റെ പിൻഭാഗത്തായിട്ടുള്ള പേശിക്ക് വളരെ ശക്തി കുറവായിരിക്കും. അത് നമ്മൾ നടക്കുമ്പോഴത്തേക്കും, ഒരു മനുഷ്യൻ ശരാശരി സ്ഥിരം സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്കും ഒരു മുട്ടിലൂടെ ശരീരഭാരത്തിൻ്റെ 2-3 ഇരട്ടി ഫോഴ്സ് ആയിട്ടാണ് പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു 60 കിലോ ഉള്ള ഒരു ആളാണ് നടക്കുന്നതെങ്കിൽ 60 കിലോന്റെ 3 ഇരട്ടി, അതായത് 180ഓളം കിലോ ഭാരമുള്ള ഫോഴ്സ് ആണ് ഒരു മുട്ടിലൂടെ നടക്കുമ്പോൾ പോകുന്നത്. കാരണം നമ്മൾ 2 കാലിൽ നടക്കുമ്പോൾ ഒരു കാലിൽ അറ്റ് എ ടൈം മാക്സിമം ഫോഴ്സ് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ ഓവർ ടൈം പേശികൾക്ക് വീക്കം സംഭവിച്ചിട്ട് അത് വീക്കം ഉണ്ടാവും. എന്നിട്ട് പെട്ടെന്ന് ഒരു കാൽ പെട്ടെന്ന് മടങ്ങിയോ, ഇപ്പോൾ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സമയത്തോ, അല്ലെങ്കിൽ ചമ്മണം മടങ്ങി ഇരുന്നിട്ട് എണീക്കുമ്പോഴോ, അല്ലെങ്കിൽ താഴെ ഇരിക്കുന്ന സ്റ്റൂളിൽ നിന്ന് എണീക്കുമ്പോഴോ എല്ലാം പെട്ടെന്നൊരു വേദനയും അതിനെ തുടർന്ന് കാലിൽ നീര് വെക്കുന്നതായി പരാതികളോടെ വരാറുണ്ട്. ചില ആൾക്കാർ നമ്മളെ നാട്ടിൽ അത് കുറച്ച് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കാൻ വരുന്നത്, ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാൻ വരുന്നത്. മാസങ്ങളോളം വേദന മാറാത്തപ്പോഴായിരിക്കും നമ്മളടുത്ത് വരുന്നത്. അപ്പോൾ എന്താ മുട്ടിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ബുഷ് അഥവാ മെനിസ്കസ് കീറി, അതാണെങ്കിൽ ഒരിക്കൽ അത് കീറിയ അതൊരു വട്ടം പോലെയാണ്, അത് ഇങ്ങനെ ഒരു സർക്കിൾ പോലെയാണ്, ഹെമി സർക്കിളാണ്. അതിങ്ങനെ മുട്ടിന്റെ പുറത്തോട്ട് വന്നു തുടങ്ങും. മുട്ടിന്റെ പുറത്തോട്ട് ആ ബുഷ് വന്നു തുടങ്ങിയാൽ പിന്നെ ഈ നമ്മൾ കാണുന്ന മുട്ടിന്റെ എല്ലുകൾ തമ്മിലുള്ള അകലം കുറയും. ഈ നീല കളറിൽ കാണുന്ന കാർട്ടിലേജ് തമ്മിൽ ഉരയുകയും പിന്നെ അത് മുട്ട് തേയ്മാനത്തിലോട്ട് പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യും. മുട്ട് തേയ്മാനത്തിലോട്ട് ഒരിക്കൽ പ്രോഗ്രസ് ചെയ്ത ഒരു മുട്ടിനെ നമുക്ക് തിരിച്ച് എന്തെങ്കിലും അതിനെ റിക്കവറി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് പിന്നെ മുട്ട് തേയ്മാനം, ചിലവർ ഇഞ്ചക്ഷൻസിലൂടെ കുറച്ചു കാലം പെയിൻ റിലീഫ് ഉണ്ടാവാം, പക്ഷെ അതിനുശേഷം ഇവൻച്വലി എല്ലാവർക്കും ഒരു മുട്ട് മാറ്റിവെക്കൽ അഥവാ നീ റീപ്ലേസ്മെന്റിലോട്ട് അവസാനിച്ചേക്കാം. സോ അതിന് പോകുന്നതിന് മുന്നായിട്ട് ഈ ഒരു ചെറിയ വേദന വരുമ്പോൾ യൂഷ്വലി അത് ഈ മടങ്ങി എണീച്ച് നിവരുമ്പോൾ ഒരു പോപ്പ് സൗണ്ട് അല്ലെങ്കിൽ ഒരു ക്ലിക്ക് സൗണ്ട് എന്ന് ഒരു കേട്ടതായോ അല്ലെങ്കിൽ അനുഭവപ്പെട്ടതായോ പേഷ്യൻ്റ് പറയാറുണ്ട്.
പുറത്തുള്ളവർക്ക് കേൾക്കണമെന്നില്ല, പക്ഷേ പേഷ്യൻ്റ് അനുഭവപ്പെട്ട ഒരു സൗണ്ടായിട്ട് അറിയാറുണ്ട്. അതിനെ തുടർന്ന് വേദനയും നീരും. അപ്പോൾ തന്നെ നിങ്ങൾ ചികിത്സ തേടുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു എക്സ്റേ ബേസിക് വേറെ ഒരു പൊട്ടലും ഇല്ലാന്ന് നോക്കുകയും അതിനെ തുടർന്ന് MRI ചെയ്യുകയും വേണ്ടി വന്നേക്കും. MRI ഈ മെനിസ്കസ് ഒരു ബുഷ് ആയതുകൊണ്ട് അതൊരു കട്ടിയുള്ള എല്ലിനെ പോലെ കട്ടിയുള്ള ഒരു സാധനമല്ല. അതുകൊണ്ട് അതെല്ലാം MRI സ്കാനിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. MRI സ്കാനിൽ ആ ഒരു ബുഷ് കീറിയിട്ടുണ്ട്, പിൻഭാഗത്ത് മാത്രമാണ് കീറിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ നമുക്കത് ശരിയാക്കാവുന്നതുമാണ്. അതിനെ തുടർന്ന് ദീർഘകാലത്തേക്ക് നീ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നതിനെ തള്ളിവെക്കാവുന്നതുമാണ്. മുട്ട് തേയ്മാനത്തെ കുറെ കാലത്തേക്ക് പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അത് സംഭവിച്ചിട്ട് ഓരോ ദിവസം, അതായത് നമ്മളൊരു മുട്ടിലെ ആ ബുഷ് മാറിപ്പോയി കഴിഞ്ഞാൽ എല്ലിന്റെ അകലം കൂടിയിട്ട് തേയ്മാനം ഓരോ ദിവസവും പ്രതിദിനം കൂടി വരും. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാളിപ്പം ആദ്യത്തെ ദിവസം വന്ന് അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വരികയാണെങ്കിൽ നമുക്കത് നേരത്തെ MRI സ്കാൻ ചെയ്ത് എത്രയും വേഗം സർജറി ചെയ്താൽ ആ മുട്ടിന്റെ പഴയ അവസ്ഥയിലോട്ട് തന്നെ തിരിച്ചു എത്തിക്കാവുന്നതാണ്. ചിലവർ നമ്മളടുത്തൊരു 3-4 മാസം കഴിഞ്ഞ് വരുമ്പോൾ ചെറിയ തേയ്മാനം തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരുടെ ഇതിൽ മുട്ടിന്റെ തേയ്മാനം ഈ ബുഷിന്റെ തിരിച്ചു വെക്കുമ്പോഴേക്കും ആ തേയ്മാനത്തിന്റെ ആ വേദന മാറണമെന്നില്ല. എന്നാലും അതിനെ തുടർന്നുള്ള തേയ്മാനം നമുക്ക് കുറെ കൂടെ തടയാൻ കഴിയും. പിന്നെയും കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നതെങ്കിൽ മുട്ടിന്റെ അലൈൻമെന്റേ മാറി തുടങ്ങിയേക്കാം, മുട്ട് വളഞ്ഞു തുടങ്ങിയേക്കാം. അപ്പോൾ വേറെ പ്രൊസീജിയേഴ്സ്, അതായത് എല്ലിനെ അലൈൻമെന്റ് മാറ്റുന്ന, എല്ലിനെ സ്ട്രെയിറ്റ് ആക്കുന്ന ചില പ്രൊസീജിയേഴ്സും കൂടെ അഡീഷണൽ ചെയ്താൽ മുട്ട് റീപ്ലേസ്മെന്റിനെ കുറച്ചുകൂടെ കാലം തള്ളി വെക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ നീ റീപ്ലേസ്മെന്റ് എന്തുകൊണ്ട് തള്ളി വെക്കുന്നു എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു നീ റീപ്ലേസ്മെന്റ് സക്സസ്ഫുള്ളി ചെയ്താൽ അതിന് ഒരു ഏറെക്കാലം ലൈഫുണ്ട്, അതായത് 20-25 വർഷം ലൈഫുണ്ട്. അപ്പോൾ ഒരാൾക്ക് 55 വയസ്സിൽ ചെയ്താൽ 20-25 വർഷം എന്ന് പറഞ്ഞാൽ അതൊരു 75 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സാകുമ്പോഴത്തേക്കും ആ റീപ്ലേസ്മെന്റിന്റെ കാലാവധി കഴിയും. പുനർ റീപ്ലേസ്മെന്റ് വന്നേക്കാം. ആ പുനർ റീപ്ലേസ്മെന്റ് ചെയ്യുന്നതിന്റെ കാലാവധി പിന്നെയും കുറവാണ്, 10 വർഷം അല്ലെങ്കിൽ 15 വർഷത്തിനുള്ളിലേ വരുള്ളൂ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഉള്ള ജീവിതകാലം ലൈഫ് ഇത് പ്രകാരം അത് ഇനിയും രണ്ടാമതൊരു റീപ്ലേസ്മെന്റ് അവോയ്ഡ് ചെയ്യാനുള്ള ഇതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യമേ ഇതിനെ ഒരു താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ ഇത് തിരിച്ചു വെക്കുകയാണെങ്കിൽ ഒരു 10-15 വർഷം, അതായത് ഒരു 60-65 വയസ്സിലോട്ട് ഫസ്റ്റ് റീപ്ലേസ്മെന്റിനോട് പുഷ് ചെയ്യാനാണ് നമ്മൾ ഇതിലൂടെ ശ്രമിക്കുന്നത്. സോ എല്ലാവരും ഈ ചെറിയ വേദന അത് ഈ ഒരു പോപ്പ് സൗണ്ടോട് കൂടിയാണ് യൂഷ്വലി വരുന്നത്. ചിലവർക്ക് ആ സൗണ്ട് കേൾക്കണമെന്നില്ല, ചിലവർക്ക് അനുഭവപ്പെടണമെന്നില്ല. എന്നാലും മുട്ടുവേദനകൾ എന്തുകൊണ്ടാണ് നേരത്തെ വരുന്നതെന്ന് ചികിത്സ തേടിയാൽ നമുക്കൊരു നീ റീപ്ലേസ്മെന്റിലോട്ട് പോകുന്നതന്നെ ഏറെക്കാലം തടഞ്ഞു വെക്കാൻ കഴിയും. താങ്ക് യു.